പോലീസിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കോൺഗ്രസ്സുകാരെയോ UDFകാരെയോ ആരാക്രമിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്നാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മിനിഞ്ഞാന്ന് ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഈ പുതിയ യാത്രയുടെ സ്വാഗതസംഘം ഓഫീസ് ഒരു 7 പേര് ചേർന്ന് അവിടുത്തെ ഫ്ലക്സൊക്കെ തകർത്തു. ഞാൻ അവിടെ ഓഫീസിൽ ചെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ പോലീസിനെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ട് പോലും ഒരു പോലീസുകാരൻ പോലും, സെക്രട്ടറിയുടെ നേരെ ഓപ്പോസിറ്റാന്ന് ഓർക്കണം, ഒരു പോലീസുകാരൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അപ്പം അതിൻ്റെ കാരണം ഈ നിർദ്ദേശത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ കാലത്ത് വന്ന് ബോംബ് എറിയുന്നത് CCTVയിൽ എല്ലാവരും കണ്ടതാണ്. ഇത്രയും ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് പറയുമ്പോൾ മെയിൻ റോഡിലൊക്കെ പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുണ്ടായിട്ട് പോലും വന്ന ഈ സംഘം വ്യക്തമായി മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് എറിയുന്നത് എല്ലാവരും കണ്ടതാണ്, സമയം എല്ലാവരും കണ്ടതാണ്. ഇതുവരെയായിട്ട് ഒരു നടപടി എടുക്കാനും പോലീസ് തയ്യാറാവാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് നടത്തിയ നാടകം അത് പൊളിഞ്ഞതിൻ്റെ വൈരാഗ്യം അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സുഹൃത്തുക്കൾക്കുമുണ്ട്.